ആവശ്യത്തിന് മരുന്നും ഉപകരണങ്ങളും ജീവനക്കാരുമില്ലാതെ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെയും ആശുപത്രികളുടെയും പ്രവർത്തനം അവതാളത്തിൽ ആക്കിയതിനെതിരെയും കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിന്ദുവിന്റെ മരണത്തിന് കാരണക്കാരി ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണെന്ന് ആരോപിച്ചുകൊണ്ടും വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ആലുവ ബ്ലോക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ദരിദ്രമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആ കുടുംബത്തിന്റെ അത്താണി പറയാതിരിക്കാൻ നിർവാഹമില്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത കോട്ടയത്തെ മീറ്റിംഗ് നടക്കുമ്പോൾ വീണ ജോർജും സഹകരണ വകുപ്പ് മന്ത്രി ആ നിയോജക മണ്ഡലത്തിന്റെ MLA കൂടിയായ VN വാസവനും ഉൾപ്പെടെ അവിടെ വന്നില്ലേ? അവർ മറ്റുള്ള ആളുകളോ ആ ബിൽഡിംഗിന്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. അത് അടഞ്ഞു കിടന്ന ബിൽഡിംഗ് ആണ്. 2013 മുതൽ ആ ബിൽഡിംഗ് ഇടിഞ്ഞു വീഴാറായ ബിൽഡിംഗ് ആണ്. അത് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് അവർക്ക് വേണ്ട ചികിത്സ കൊടുത്തതും അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള നിർവഹണത്തിനായി ഉപയോഗിച്ചു കൊണ്ടിരുന്നത് ആ ടോയ്ലറ്റ് മുഴുവൻ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ടോയ്ലറ്റുകളാണ്. ആ വന്ന അമ്മയ്ക്ക് ആ ദാരുണമായിട്ടുള്ള അന്ത്യമുണ്ടായത് 2.5 മണിക്കൂറിന് ശേഷമാണ്. ഈ ഇടിഞ്ഞു വീണ കെട്ടിടത്തിന്റെ ഫയർഫോഴ്സിനെയും മറ്റ് റെസ്ക്യൂ ടീം അംഗങ്ങളെയും മന്ത്രിയും ആരോഗ്യമന്ത്രിയും വാസവനും വിലക്കുകയായിരുന്നു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PA മുജീബ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ബാബു പുത്തനങ്ങാടി, INTUC ദേശീയ സമിതി അംഗം VP ജോർജ്, UDF നിയോജക മണ്ഡലം ചെയർമാൻ ലത്തീഫ് പൂഴ്ത്തുറ, ഫാസിൽ ഹുസൈൻ, TI മുഹമ്മദ്, MO ജെറാൾഡ്, R രഹൻരാജ്, KM ഷംസുദ്ദീൻ, PV എൽദോ, ഗോപി മാരിയിൽ, TS ഷറഫുദ്ദീൻ, ആനന്ദ് ജോർജ്, ബാബു കൊല്ലംപറമ്പിൽ, MA ഹാരിസ്, KP സിയാദ്, മുഹമ്മദ് ഷഫീഖ്, ഷെമ്മി സെബാസ്റ്റ്യൻ, പോളി ഫ്രാൻസിസ് MP, കുഞ്ഞു മുഹമ്മദ്, G മാധവൻകുട്ടി, CM അഷ്റഫ്, ലിസി എബ്രഹാം, A മാഹിൻ, CP നാസർ, ലിസി സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.